പകൽക്കാലവും കർത്താവ് നമ്മെ ശക്തമായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നാം ആയിരിക്കുന്ന ഒരു സ്വർഗീയമായ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ മണ്ഡലത്തിലാണ്. സ്തോത്രം. ആമേൻ. ദൈവം നമ്മെ ശക്തീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കപ്പെടാം. വേദിയിലായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തന്മാർ, സദസ്സിലായിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട അഭിഷിക്തന്മാർ, ഇന്ന് പകൽക്കാലവും രാത്രികാലവും നമ്മുടെ മധ്യേ വചനം ശുശ്രൂഷിപ്പാൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന് വിലയേറുദാസൻ പാസ്റ്റർ ലിജു ദാനിയേൽ, അഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദീർഘദിവസങ്ങളായി നാം ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുകയായിരുന്നല്ലോ. സമയാസമയങ്ങളിൽ കർത്താവ് തന്നെ അഭിഷിക്തന്മാരെ അയച്ചുകൊണ്ട് നമുക്ക് വേണ്ട വചനവും ആലോചനയും അപ്പോൾ തന്നെ സ്വർഗീയമായ എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പകൽക്കാലവും പ്രാർത്ഥനയോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ, വിശ്വാസത്തോടെ നാം ആയിരിക്കുമെങ്കിൽ ദൈവം നിശ്ചയമായും ഈ പകൽക്കാലവും നമ്മുടെ മധ്യേ വലിയവ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വളരെ ദൈവത്തിലായിരിക്കപ്പെടാം. സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യേ വലിയവ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് കർത്തൃദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ കർത്താവിന് സ്തോത്രം പറയുന്നു. കർത്താവിൽ ബഹുമാന്യരും ആദരണീയരുമായ കർത്തൃഭൃത്യന്മാരോടും ഈ പകൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കടന്നു വന്ന അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയ കുഞ്ഞുങ്ങൾ ഏവരോടും ചേർന്ന് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഒരു പ്രാവശ്യം കൂടി ഉയർത്തുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് സകല മാനവും മഹത്വവും സർവശക്തനായ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ 20ാമത്തെ പകൽ നിങ്ങളുടെ മധ്യത്തിൽ ക്രൂശിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി എഴുന്നേൽപ്പാൻ കർത്താവ് സാധുവായ എളിയവന് ഒരുക്കിയ സന്ദർഭം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി ഞാൻ കണക്കാക്കുകയും ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. വളരെ ദിവസങ്ങൾക്ക് മുമ്പേ ദൈവദാസൻ ഇപ്രകാരം ഒരു ശുശ്രൂഷയ്ക്കായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തിന് മുൻപേ ഇപ്രകാരം ഒരു മീറ്റിങ്ങിന് വേണ്ടി, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോൾ മുതൽ സ്തോത്രം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളെ വിശ്വാസത്താൽ കാണുവാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും പലപ്പോഴും കർത്താവ് എനിക്ക് അവസരങ്ങളെ ഒരുക്കി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഇതൊരു തട്ടിക്കൂട്ട് ഉപവാസ പ്രാർത്ഥനയൊന്നും ആയിരുന്നില്ല. വളരെ പ്രാർത്ഥനയും വളരെ കണ്ണുനീരും ഒഴുക്കി ദൈവജനം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആത്മനിർഭര ദിവസങ്ങളായിരുന്നു. സ്തോത്രം. അതനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ സ്തോത്രം സന്തോഷത്തോടൊരു സ്തോത്രം പറഞ്ഞാട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം തൻ്റെ അഭിഷക്തന്മാരെ നമ്മുടെ മധ്യത്തിൽ അയച്ച സ്തോത്രം വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ആത്മാവിൻ്റെ ദൂതുകൾ, അഭിഷേകത്തിൻ്റെ ശക്തി ദൈവാത്മാവ് നമ്മുടെ മേൽ പകർന്നു തന്ന അവിടുത്തെ അളവറ്റ കൃപയോർത്ത് ആരും മൗനമായിരിക്കരുത്. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ആത്മീക സംഗമം അവസാനിക്കൂ. പക്ഷെ ഇതിനകത്തു നിന്ന് പ്രാപിച്ച ദൈവകൃപ, ഇതിനകത്ത് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കുന്നതല്ല. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, ദേശങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, കുടുംബങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന, പട്ടണങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക അഭിഷേകം. ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത, ഒരിക്കലും വിസ്മരിപ്പാൻ കഴിയാത്ത ചില ദൈവ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ അതൊരു ദൈവത്തെ സ്തുതിക്കട്ടെ. 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം ദയവായി ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ലൂക്കോസ് 12:15 വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും
സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. എല്ലാവരും ആ തിരുവെഴുത്ത് കണ്ടു, എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എല്ലാവരും ചേർന്ന് ആ വേദഭാഗം ഒന്ന് വായിപ്പാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവെഴുത്താണ് നാം വായിച്ചത്. അത് ഇപ്രകാരമാണ്: പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മുടെ യേശു കർത്താവ് തൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയിൽ താൻ ചെയ്ത വളരെ ശക്തമായ ഒരു പ്രസ്താവനയാണ് നാം അവിടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 4 സുവിശേഷങ്ങൾ നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വായിപ്പാൻ കഴിയും. അതിനകത്ത് സ്തോത്രം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളായി അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽസായി അല്ലെങ്കിൽ പാരലായിട്ടുള്ള സുവിശേഷങ്ങളായി അറിയപ്പെടുന്നു എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. വേഗത്തിൽ ദൈവദാസൻ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവിക ചിന്തകൾ, ദൈവാത്മാവിനെ ഭരമേൽപ്പിച്ച ദൈവിക ദൂതുകൾ നിങ്ങളുമായി കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. യേശു കർത്താവിൻ്റെ അടുക്കൽ ധാരാളം ആളുകൾ വന്നതായി തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. സ്തോത്രം. രോഗികളായ ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. ബന്ധിക്കപ്പെട്ട ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. നാനാവ്യാധികളാലും മാനസികമായ പീഡകളും അനുഭവിച്ച 100 കണക്കിന് ആളുകൾ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നു. നാം ഇങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും പറ സൗഖ്യമായി. ഈ പകൽ എന്തിനാ ഇവിടെ വന്നത്? യേശുവിനെ ഒന്ന് തൊടാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കര ഉയർത്തി പറ, ഞാൻ യേശുവിനെ ഒന്ന് തൊടാൻ വേണ്ടി അവിടെ വന്നത്. യേശുവിൻ്റെ സ്പർശനം എൻ്റെ ശരീരത്തിലൊന്ന് അനുഭവിച്ചറിയാനാ ഈ പകൽ ദൈവത്തിൻ്റെ ആത്മാവെന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ തകർന്ന മുറിവുകളെ പൊറപ്പിക്കുക, സ്തോത്രം, എൻ്റെ തളർന്ന കൈകളെ ബലപ്പെടുത്തുക, എൻ്റെ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുക, എൻ്റെ മനസ്സിൻ്റെ ഭീതി മാറ്റുക. കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാനാണ് ഈ പകൽ ഞാനിവിടെ വന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ അടുക്കൽ വന്നവരെയെല്ലാം യേശു സൗഖ്യമാക്കിയതായി തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ അവർക്ക് എന്തോ വരും? സൗഖ്യം വരും. സ്തോത്രം. ഒരു സ്ത്രീ യേശു പുരുഷാരത്തിന് നടുവിൽ കൂടെ നടന്നു പോകുമ്പോൾ അവനെ തൊടുവാൻ കഴിയുകയില്ല, അവൻ്റെ അടുത്ത് ചെല്ലുവാൻ കഴിയാത്തത് കൊണ്ട് അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം അവൾ ഗണിച്ചിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു അവിടെ നിന്നു എന്നാണ് വായിക്കുന്നത്. ഈ പകൽ ആര് വിശ്വാസത്തോട് യേശുവിനെ തൊടാൻ തയ്യാറാണോ? നിന്റെ വിഷയത്തിൻ്റെ മേൽ നിൽക്കുവാൻ യേശു തയ്യാറാണ്. ആവശ്യബോധമുള്ള ദൈവമക്കൾ ഇന്ന് പകൽ പറ, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, എന്റെ വിഷയത്തെ ഒന്ന് തൊടണമേ, എന്റെ പ്രതിസന്ധികളെ ഒന്ന് തൊടണമേ. ഞാൻ വേദനയോടെ വന്നിരിക്കുന്ന ചില വിഷയത്തിന് മേൽ അവിടെ നിന്നെനിക്കൊരു മറുപടി തരണമേ. എന്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ധാരാളം ആളുകൾ വന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു പ്രത്യേക സന്ദർഭമാണ് നമ്മളിവിടെ വായിച്ചത്. സ്തോത്രം. അതെ, 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്ന് വായിക്കാമോ? പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പങ്കിടേണ്ടതിന് എൻ്റെ സഹോദരനോട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ചെറുപ്പക്കാരൻ വന്ന് യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുക. യേശു അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. യേശു നോക്കിയപ്പോൾ അവന് കണ്ണ് കാണാം,
ചെവി കേൾക്കാം, മുടന്തില്ല, ഊമനല്ല, കുഷ്ഠരോഗിയല്ല, മറ്റൊരു പ്രശ്നവും ഇല്ല. യേശു തമ്പുരാൻ അവനോട് ചോദിച്ചു, കുഞ്ഞേ നിന്റെ വിഷയം എന്തുവാ? നിന്റെ വിഷയം എന്തുവാ? യേശു അവനോട് ചോദിച്ചപ്പം അവൻ യേശുവിന് കൊടുത്ത മറുപടിയാണ് നാം അവിടെ വായിച്ച് കേൾക്കുവാൻ്റെ കൊണ്ടമിടയായി തീർന്നത്. അവൻ യേശുവിനോട് പറയുക, ഗുരു, നിന്റെ അടുക്കൽ വരുന്ന സകല ആളുകൾക്കും നീ മറുപടി കൊടുക്കുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എൻ്റെ വിഷയം എന്താണെന്നറിയാമോ? ഞാനും എൻ്റെ സഹോദരനുമായിട്ട് എന്തുണ്ട്? സ്വത്ത് പ്രശ്നമുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ സ്വത്ത് പ്രശ്നമുണ്ട്, സ്വത്ത് തർക്കമുണ്ട്. നീ ഇതൊന്ന് പരിഹരിച്ച് തരണം. ഇന്ന് പകൽക്കാലം കേട്ടോണേ, ദൈവമക്കളുടെ ഇടയിൽ തെറ്റായ ഒരുപാട് ചിന്താഗതികളുണ്ട്. സ്തോത്രം. ഈ ചെറുപ്പക്കാരനും അതുപോലെ യേശു കർത്താവിനെ തെറ്റിദ്ധരിച്ചാണ് ആരുടെ മുമ്പിൽ വന്നത്? യേശുവിൻ്റെ അടുക്കൽ വന്നത്. സ്തോത്രം. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇവൻ പറയുക, ഗുരു, ഞാനും എൻ്റെ സഹോദരനുമായിട്ട് അല്പ സ്വത്ത് പ്രശ്നമുണ്ട്, നീ അതൊന്ന് എന്ത് ചെയ്യണം? അതൊന്ന് പരിഹരിക്കണം. സ്തോത്രം. യേശു കർത്താവ് കൊടുത്ത മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഇവൻ്റെ ചിന്ത, ഇവൻ വന്ന് ഈ വിഷയം യേശുവിനോട് പറയും, അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ഇവൻ്റെ കാര്യം ബോധിപ്പിക്കുമ്പോൾ യേശു കർത്താവ് അവനോട് പറയും, മോനെ നീ പൊക്കോ, നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നിന്റെ ചേട്ടൻ ഹാർട്ട് അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ഇടിവെട്ടിയോ ചാകും, അവനുള്ളതും കൂടെ. നിങ്ങളെന്താ എന്നെ തുറിച്ചു നോക്കുന്നേ? സ്തോത്രം. ഇതായിരുന്നു ആരുടെ ചിന്ത? ആരുടെ ചിന്ത? യേശുവിൻ്റെ അടുക്ക വന്ന സഹോദരൻ്റെ ചിന്ത. പക്ഷേ യേശു തമ്പുരാൻ ഇവനെ അങ്ങ് അളന്നു. ആരെ? ഈ സഹോദരനെ അളന്നു. എന്നിട്ട് ഇവനോട് കൊടുത്ത മറുപടിയാണ് നാം വായിച്ചത്. കുഞ്ഞെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്തോത്രം. ഈ പകൽ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന മണിക്കൂറിൽ വന്നിരിക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ്മാനായിട്ട് നിങ്ങൾ യേശുവിനെ കാണരുത്. സ്തോത്രം. സ്തോത്രം. നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധി പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്തോത്രം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നാം വരച്ചു കൊടുക്കുന്നത് പോലെ, നാം സ്കെച്ച് വരച്ചു കൊടുക്കുന്നത് പോലെ പ്രവർത്തിക്കുവാൻ നിൽക്കുന്നവൻ അല്ല എൻ്റെ യേശുവെന്ന് ആദ്യം നീ ഞാനും മനസ്സിലാക്കണം. യേശു പറഞ്ഞു, 15-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. സ്തോത്രം. യേശു പറഞ്ഞില്ല ദ്രവ്യം തെറ്റാണെന്ന് പറഞ്ഞില്ല, പണം വേണ്ടാന്ന് യേശു പറഞ്ഞില്ല. സ്തോത്രം. ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തോ വേണം? പണം വേണം, ധനം വേണം. പക്ഷേ യേശു തമ്പുരാൻ അതിനെ സ്തോത്രം വിമർശിച്ചത് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിയണം. സന്തോഷത്തോടെ സ്തോത്രം പറ. ഈ പകൽക്കാലം ഈ പ്രാർത്ഥനയുടെ സമാപന മണിക്കൂറിൽ സ്തോത്രം ഇത് പറയാനാണോ പാസ്റ്ററെ വന്നെന്ന് ചോദിച്ചാൽ, ദൈവാത്മാവ് എന്നോട് പറഞ്ഞു വളരെ പ്രാർത്ഥിച്ച് വളരെ ഞാൻ ദൈവകൃപയെ ഏറ്റെടുത്താണ് ഈ പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ആരെക്കാളും പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. ദൈവാത്മാവ് പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവീൻ. അടുത്ത വാക്യം ശ്രദ്ധനീയമാണ്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. സ്തോത്രം. നമ്മൾ സ്തോത്രം ചിന്തിക്കാറുണ്ട്, ഒരുവൻ ആത്മീകമായി അല്ലെങ്കിൽ ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനദണ്ഡം എന്താ? സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ വന്നപ്പം ഒരു ഒടിഞ്ഞ സൈക്കിളായിരുന്നു. സ്തോത്രം. ഒരു ചെറ്റപ്പുരയായിരുന്നു.
അല്ലെങ്കിൽ സ്തോത്രം ഒന്നുമില്ലാത്ത സാഹചര്യമായിരുന്നു, ബാങ്ക് ബാലൻസ് ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ദൈവത്തെ സേവിക്കുവാൻ പാളയം BMG ദൈവസഭ വന്ന കാലഘട്ടം. ഇന്ന് ആ സ്ഥിതിയൊക്കെ അങ്ങ് മാറി. പിള്ളേരെയെല്ലാം ദൈവം അനുഗ്രഹിച്ചു, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അയച്ചു. പട്ടണത്തിനകത്ത് മനോഹരമായ മണിമാളിക പണിഞ്ഞു, മനോഹരമായ സ്തോത്രം ടൈൽസ് ഇട്ട കൊട്ടാരം പോലെയുള്ള ഭവനങ്ങൾ പണിതു, ബാങ്ക് ബാലൻസ് വർദ്ധിച്ചു, ബെൻസ് കാർ വാങ്ങിച്ചു, അല്ലെ ഫോക്സ് വാഗൻ വാങ്ങിച്ചു. ഇതൊന്നും അല്ല എൻ്റെ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ. എന്തിനാ ഈ പ്രാർത്ഥന? എന്തിനാ ഈ പ്രാർത്ഥന? പഴയ കാറ് മാറ്റി പുതിയത് വാങ്ങിക്കാനല്ല, ചെറിയ വീട് വിറ്റ് വലിയ വീട് വാങ്ങിക്കാനല്ല. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസഭ കാത്തിരുന്നത് പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ പ്രാപിച്ച ദൈവകൃപ, ഞങ്ങളുടെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവശക്തി. ഓ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ. എന്റെ സഭയൊന്ന് ചലിക്കണം, എന്റെ സഭയൊന്ന് വളരണം, എന്റെ സഭയിൽ ആത്മീക വർധനവ് പ്രാപിക്കണം, എന്റെ സഭയിലെ കുഞ്ഞുങ്ങൾ പ്രവചിക്കണം, എന്റെ പുത്രന്മാർ പ്രവചിക്കണം. യെസ്, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവസഭയ്ക്കകത്ത് പുതിയ പ്രവാചകന്മാർ എഴുന്നേൽക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവസഭയ്ക്കകത്ത് പ്രവാചകിമാർ എഴുന്നേൽക്കണം. സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് അഭിഷേകം വ്യാപരിക്കണം. ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ സ്തോത്രം 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 ഒരു നദി ഇതിനകത്തൊഴുകി ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത പട്ടണത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു അഭിഷേകം. ഓ നിന്റെ സഭയ്ക്കകത്ത് വരുന്ന അന്ധകാര മണ്ഡലങ്ങൾ ഇളകി മാറണം. നിന്റെ സഭയ്ക്കെതിരെ നിൽക്കുന്ന ദേശാധിപതി ശക്തികൾ. യെസ് യെസ്. ഇന്നലത്തെ അന്യഭാഷ പറഞ്ഞ് ഇന്നും മടങ്ങിപ്പോകാനല്ല, ഇന്നലത്തെ ശക്തി പറഞ്ഞ് ഇന്നും പകൽ പോലെ മടങ്ങിപ്പോകാനല്ല, ഒരു പുത്തൻ അഭിഷേകം. ഓ ചലിക്കട്ടെ. വിശ്വസിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥന മറ്റുപവാസ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായി സ്തോത്രം ചില ആത്മീക കൃപാവരങ്ങളാൽ ദൈവസഭ നിറയപ്പെടുന്ന ഒരു പുത്തൻ അഭിഷേകത്താൽ സഭ നിറയപ്പെടുന്ന ജനം സ്തോത്ര പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളായി മാറുമെന്ന് അതിനുവേണ്ടി ജനം അതിനെ തുറക്കട്ടെ, കൈകൾ ചലിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ വഴിയെ കൂടെ പോകുന്നവർ പോലും യജമാനന്മാരെ ഇവിടെ എന്താ നടക്കുന്നത്, ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അകത്ത് കയറി വന്ന് അഭിഷേകം പ്രാപിച്ചു പോകുന്ന ദിവസങ്ങളായി ദൈവം ചിലതിനെ ചലിപ്പിക്കാൻ പോകയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നത്, ഭൗതിക അനുഗ്രഹത്തിൻ്റെ പിന്നാലെയുള്ള നമ്മുടെ പരക്കം പാച്ചൽ അവസാനിപ്പിച്ചിട്ട് ദൈവസന്നിധിക്ക് സമർപ്പിച്ചു കൊടുക്കുക, ദൈവാത്മാവിന് വിധേയപ്പെടുക, ദൈവശക്തിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മഭാരമുള്ളവ ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. ദൈവം നിനക്ക് ആവശ്യം പോലെ ഭൗതികം തന്നിട്ടുണ്ട്, നിന്റെ തലമുറകളെ ദൈവം ഭൗതികം അനുഗ്രഹിച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്റെ തലമുറ ആത്മീക വിടുതൽ പ്രാപിക്കണം. യെസ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാഴ്ചപ്പാട് മാറണം, നമ്മുടെ ദർശനം മാറണം. സ്തോത്രം. പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്, പിതാക്കന്മാർ കരഞ്ഞത്, സ്തോത്രം തലമുറകളെ അമേരിക്കയിലയക്കണേ, ഇംഗ്ലണ്ടിലയക്കണേ, യൂറോപ്പിലയക്കണേ ഒന്നുമല്ല. അവർ പ്രാർത്ഥിച്ചൊറ്റ പ്രാർത്ഥനാവാചകം ഞാൻ പറയാ, കർത്താവേ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ തലമുറ സേവിക്കണം, ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രസംഗിക്കണം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ തലമുറ ആരാധിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാരുടെ തലമുറകൾ
കാര്യങ്ങളൊന്നും കൈവിടപ്പെട്ടു പോയില്ല. തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും കഞ്ഞിക്കുഴിയിലും സ്തോത്രം, അതേ പാലായിലും പെരുമ്പാവൂരിലും ഒക്കെ ദൈവസഭയെ തമ്പുരാൻ വളർത്തിയത് പിതാക്കന്മാരുടെ ആത്മീക ദർശനം കൊണ്ടാണ്. എന്നാൽ കാലം മാറിയപ്പം ഇന്ന് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എന്തുവാ? കർത്താവേ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. ജനിക്കുമ്പോൾ മുതൽ പ്രാർത്ഥിക്കുക, കർത്താവേ അവനെ ഡോക്ടറാക്കണേ, എൻജിനീയർ ആക്കണേ. സ്തോത്രം. നിങ്ങളെന്നോട് പിണങ്ങല്ലേ. ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാനൊരു ദൂത് പറയാനാണ് വന്നത്. തമ്പുരാന് നിൻ്റെ തലമുറയെ എവിടെ എത്തിക്കണമെന്ന് തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ, സ്തോത്രം 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 സ്തോത്രം, ഏതു ദുഷ്ടശക്തി തടഞ്ഞാലും, ഏതു മണ്ഡലത്തിലെ പോര് തടഞ്ഞാലും, ഞാൻ വിളിച്ചു പറയുന്ന വചനത്തിൻ്റെ ശക്തി പറയുന്നു, അവനെ എത്തിക്കേണ്ടിടത്ത് തമ്പുരാൻ എത്തിക്കും. ശബരകരകടകഥനയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തമ്പുരാൻ എടുത്ത് അവന്റെ പദ്ധതികൾ വെളിപ്പെടുത്തുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം പറയുകയാ. പിന്നെ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ആത്മീകത്തിൽ, സ്തോത്രം പറഞ്ഞാട്ടെ, ആത്മീകത്തിൽ തികഞ്ഞവനാക്കി. എൻ്റെ സഭയെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാരുടെ കാലത്ത് ഒരന്ധകാര ശക്തി നമ്മുടെ സഭയ്ക്കകത്ത് വന്നാൽ, സ്തോത്രം, വാതുക്ക വരുമ്പോഴേ ഇളകി മാറുമായിരുന്നു. ഇന്ന് സ്തോത്രം പോന്നിടത്തൊക്കെ 4-5 ഭൂതങ്ങളാണ് ഇളകുന്നത്. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, ഇതും വന്ന് ഇടയ്ക്കിരിക്കുകയാ. പക്ഷേ അഭിഷേകമുള്ളവൻ നിന്റെ അടുക്കൽ എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ഞാൻ വിളിച്ചു പറയുകയാ, സ്തോത്രം, അന്യായ ശക്തികളെ അഴിച്ചു വിടാനുള്ള ഒരു അധികാരം ഈ പകൽ എന്റെ ജനം പ്രാപിക്കുന്ന ദിവസങ്ങളാ. ദൈവജനം ദൈവത്തെ ആരാധിക്കുമ്പോ നിന്റെ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ദുരാത്മാക്കൾ ഇളകി മാറും, അന്യായ ശക്തികൾ അഴിഞ്ഞു മാറും. യേശുവിന്റെ നാമത്തിൽ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. എൻ്റെ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന്, പറഞ്ഞേ, ഒരുത്തൻ്റെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നതൊന്നുമല്ല. പിന്നെന്താ? ദൈവവചനത്തിൽ നിന്ന് തെളിയിച്ച് പ്രസംഗിച്ച് ഞാൻ അവസാനിപ്പിക്കാം. എടുത്താട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കണം. കൊലോസ്യർ 1:17 വാക്യം. അവൻ സർവത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കും. സ്തോത്രം. നിങ്ങൾ ആ വാക്യം കണ്ടു, എടുത്ത് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ താൻ അവരെ എഴുതി ഓർപ്പിക്കുന്ന ഒരു പ്രത്യേക പദമാണ് നാം അവിടെ വായിച്ചു കേട്ടത്. സ്തോത്രം. അത് ഇപ്രകാരമാണ്: അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം പൗലോസിന്റെ ലേഖനങ്ങൾ, സ്തോത്രം, റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള ലേഖനങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ
ഓരോ ലേഖനങ്ങളും ഓരോ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അതെ ലേഖനങ്ങളാണ്. ചില വർഷങ്ങൾ ദൈവവചനം പഠിപ്പിക്കുവാനുള്ള ഒരവസരം കർത്താവ് എനിക്ക് തന്നു. ഇന്ന് സാഹചര്യത്തിൻ്റെ തിരക്ക് നിമിത്തം അതിന് കഴിയുന്നില്ല. ഞാൻ ആ കാലഘട്ടത്തിൽ സെമിനാരിയിൽ കൈകാര്യം ചെയ്തൊരു വിഷയമായിരുന്നു പൊളൈറ്റ് തിയോളജി, അല്ലെങ്കിൽ പൗലോസിൻ്റെ ദൈവശാസ്ത്രം. സ്തോത്രം. യേശുക്രിസ്തു കഴിഞ്ഞാൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്ര ചിന്തകൾ കൈമാറിയ വ്യക്തിയാണ് ആര്? പൗലോസ്. സ്തോത്രം. ലോകം കണ്ട ഏറ്റവും വലിയ തിയോളജിയനായിരുന്നു, ദൈവശാസ്ത്രജ്ഞനായിരുന്നു ആര്? പൗലോസ് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. സ്തോത്രം. ഈ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും അതുല്യമായ ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം എന്ന് പറയുന്നത്. സ്തോത്രം. ഈ കൊലോസ്യ ലേഖനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ പൗലോസിന്റെ ഏറ്റവും ശക്തമായ ലേഖനമാണ് കൊലോസ്യ ലേഖനം. സ്തോത്രം. പൗലോസിന്റെ ക്രിസ്റ്റോളജിക്കൽ ആസ്പെക്ട്സ്, അല്ലെങ്കിൽ പൗലോസിന്റെ ക്രിസ്തു ദർശനം ഏറ്റവും കൂടുതൽ പൗലോസ് വാരി വിതറിയ ലേഖനമാണ് കൊലോസ്യ ലേഖനമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ ഒന്ന് കടന്നു വരികയാണ്. നാം വായിച്ച 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും അതുല്യമായ ഒരു പദമാണ് അവിടെ വായിച്ചത്. അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ, മാത്രമല്ല അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സ്തോത്രം. എന്താ പൗലോസ് ഈ പദം പറയാൻ കാരണം? സ്തോത്രം. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 13-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. ക്രിസ്തു ആരാ? ക്രിസ്തു ആരാ? ചിലരോട് ചോദിച്ചാൽ പറയും കാലിത്തൊഴുത്തി കിടക്കുന്നവനാണ് ആര്? സ്തോത്രം. ഇത് കേട്ടാൽ തോന്നും ജീവിതത്തിൽ യേശു കാലിത്തൊഴുത്തിന്ന് എഴുന്നേറ്റിട്ടേ. ചിലരോട് ചോദിച്ചാൽ പറയും ക്രിസ്തു ക്രൂശേ കിടന്നവനാ. അത് കേട്ടാലും തോന്നും യേശു ഇന്നും എവിടെ കിടക്കുക? സ്തോത്രം. കാഴ്ചപ്പാട് മങ്ങിയതിൻ്റെ ലക്ഷണമാ. യേശു ആരാ? പൗലോസ് പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. എന്താ ഇരുട്ട്? എന്താ വെളിച്ചം? സ്തോത്രം. അതൊന്നും വിവരിക്കുവാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സ്തോത്രം, 2 അധികാരത്തെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, വെളിച്ചത്തിൻ്റെ അധികാരം, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളുടെ മേലുള്ള അധികാരം. 2, ഇരുട്ടിൻ്റെ അധികാരം, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മക്കളുടെ മേലുള്ള അധികാരം. സ്തോത്രം. നാം ഇതിനെ വകതിരിച്ചു പഠിച്ചാൽ, സ്തോത്രം, ഒരു കാലത്ത് ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ എവിടെയായിരുന്നു? ചേർന്ന് പറ, ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു. ശ്രദ്ധിക്കണേ, എവിടെയായിരുന്നു? സ്തോത്രം. പക്ഷേ സ്നേഹസ്വരൂപനായ ക്രിസ്തു നമ്മെ സ്നേഹിച്ചപ്പോ ഇരുട്ടിന്റെ അധികാരത്തോട് വിട പറഞ്ഞ് വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തോട് ചേർന്ന് നടക്കുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. എന്താ ഇരുട്ടിന്റെ അധികാരം? ഇരുട്ടിനൊരു അധികാരമുണ്ട്. ഞാൻ തെളിയിച്ച് ഒരു ഉദാഹരണം പറഞ്ഞ് ദൂതിലേക്ക് വരാം. ഈ ആഹാബ് ഇസ്രായേലിൽ രാജാവായിരിക്കുമ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ ഇസ്രായേലിനെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം കൊട്ടാരത്തിന്റെ കിളിവാതിൽ തുറന്നിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു മുന്തിരിത്തോട്ടം നിൽക്കുന്നു. എവിടെ? എവിടെ? സ്തോത്രം. രാജകൊട്ടാരത്തിന്റെ നേരെ മുമ്പിൽ. ചോദിച്ചു, ഇത് ആരുടെയാ? ഇത് നാബോത്തിൻ്റെയാ. അവനെ വരുത്തി അവനോട് പറഞ്ഞു, നാബോത്തെ, എന്തു വേണമെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരാം, നീ അതെന്ത് ചെയ്യണം? അത് എനിക്ക് തരണം. സ്തോത്രം. ഇത് കേട്ടപ്പോൾ നാബോത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതങ്ങനൊന്നും തരാൻ പറ്റുന്ന സാധനമല്ല. കാരണം എന്താ? ഇത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ, സ്തോത്രം, ദൂതിലേക്ക് ഞാൻ വരിക, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. സ്തോത്രം. ഇത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ, സ്തോത്രം,
വിഷണ്ണനായി രാജഗൃഹത്തിൽ ചെന്ന ആഹാബിന്റെ മുഖത്ത് നോക്കി, രാജാവേ അങ്ങോ എന്താണ് ഇന്ന് മുഖത്ത് വല്ലാത്തൊരു വാട്ടം? ഉടനെ അവൻ പറഞ്ഞു, എടി കൊച്ചേ, എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, അല്ല ഇസബേലേ, ഞാൻ ഇന്നൊരു കാര്യം ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഇതെപ്പോഴാണ് പറയുന്നതെന്ന് അറിയാമോ? രാത്രിയിലാ. അവൾ പറഞ്ഞു, അത്രയേ ഉള്ളോ? അവനെ കൊന്നു കളഞ്ഞിട്ട് അവൻ്റെ അവകാശം നമുക്ക് എന്ത് ചെയ്യണം? അവകാശം നമുക്ക് തട്ടിയെടുക്കണം. സ്തോത്രം. ഇതെപ്പോ സംഭവിച്ച കാര്യമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇരുട്ടിന്റെ മറവിൽ നടന്ന ഒരു ഗൂഢാലോചനയാ. സ്തോത്ര. ദൂത് മനസ്സിലായ ദൈവമക്കൾ ഈ പകൽ ദൈവത്തെ ഒന്ന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് ദൈവത്തിനൊരു നല്ല മഹത്വം കൊടുക്കണം കേട്ടോ. സ്തോത്രം. അത് പകൽ നടത്താൻ കഴിയാത്ത ചിലത് രാത്രിയുടെ മറവിൽ എനിക്കും നിനക്കുമെതിരെ ചെയ്തു വിടുവാൻ കാത്തിരിക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങളുണ്ട്. നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ആരോഗ്യത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ ദൈവസഭയെ നിനക്ക് നേരെ പകൽ യുദ്ധം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ സഭയ്ക്കു നേരെ ചെയ്തു വിടുന്ന ചില പ്രത്യേക പോരുകളുണ്ട്. ഈ പകൽ ദൈവസഭയോട് ദൈവാത്മ പറയുന്നു, എന്റെ ജനം ദൈവത്തെ ആർത്താരാധിക്കുമ്പോൾ ദൂത് മനസ്സിലായ ദൈവമക്കൾ ഹൃദയം തുറന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ നിന്നെ പറിച്ചു കളയുക, നിന്റെ തലമുറയെ പറിച്ചു കളയുക, നിന്റെ കുടുംബത്തെ പറിച്ചു കളയുക, നിന്റെ ശുശ്രൂഷയെ പറിച്ചു കളയുക. ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ നാം പിടിച്ചു കെട്ടുകയാണ്. പ്രൗഢ മാന വൈഡ രാജ ധീര മാന പ്രൗഢ ജാന വേദ മാന ഹബ്ദ രാജ. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെയുള്ള ചില ഇരുട്ടിന്റെ പ്രയോഗങ്ങളെ ധൂലമാന പ്രൗഢ ജാന ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദേശത്തെ വിട്ട് വഴിമാറുകയാണ്. ആത്മാവിന്റെ ശക്തിയോടെ വിളിച്ചു പറ, ഇരുട്ടിന്റെ അധികാരമേ എന്റെ തലമുറയെ നശിപ്പിച്ചു കളയുക, എന്റെ കുടുംബങ്ങളെ നശിപ്പിച്ചു കളയുക. Yes. Oh. Yes. Dikha baba baba. Shamthara baba baba. Proudavana gadagaraga jamana. Adagadul khamana gadagasiana. അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ പകൽ യേശുവിന്റെ നാമത്തിൽ ചില ദേശത്ത് പടരുന്ന ഇരുട്ടിന്റെ ശക്തികളെ ശംദാ രാജ വൈഡ മാന പ്രൗഢ ജാന റീക മാന പ്രൗഢ ജാന വേദ രാജ അർത്ഥ ജാന സൈത മാന പ്രൗഢ. Oh, yes. ചില ഇരുട്ട് വഴി മാറട്ടെ, ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ വഴി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്ന ജനത്തിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ജഗനെ പ്രൗഢേ ജഗനെ രിഗനെ രഗനെ വൈഡേ
യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ മുന്നേറ്റങ്ങളെ തടയുന്ന, അഭിഷക്തന്മാരുടെ ശുശ്രൂഷയെ തടയുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യെസ് ഓ പ്രൗഢമാനാമാനാദന ശബ്ദമാനദല ജഗനഗരഗടകസിയ അർത്ഥജാനകൾ ഖനാദിയ അടകമനദുൽ ഖൗഡി ബിരിബികൾ ഖൗഷസിയാല. ജനം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പകലിനെതിരെ വ്യാപരിക്കുന്ന, പകലിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന ചില ഇരുട്ടിന്റെ അടയാളങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പൗലോസ് പറയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച തൻ്റെ ഏക സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വച്ചവന് നിങ്ങൾ സന്തോഷത്തോടെ എന്തോ ചെയ്യണം? പറഞ്ഞേ, സന്തോഷത്തോടെ എന്തിനാ വന്നേ? പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറയാമെന്ന് പറയുമ്പോഴുള്ള സ്തോത്രമല്ല, അകത്തളങ്ങളിൽ തിളച്ചു മറയുന്ന ആത്മാവിൻ്റെ നദി പൊങ്ങി വന്നിട്ട് നിന്റെ നാവിൽ കൂടെ അതരാർപ്പണമായ കാളകളെ അർപ്പിച്ച് ദൈവത്തിന് പറയുന്ന മഹത്വമാണ് സ്തോത്രമെന്ന് പറയുന്നത്. സ്തോത്രം ഒരു ശ്വാസം എടുക്കുവാൻ കഴിയാതെ വെന്റിലേറ്ററിനകത്ത് കിടക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഈ തിരുവനന്തപുരം പ്രദേശങ്ങളിലുണ്ട്. പക്ഷെ നിന്റെ നാവെടുത്ത് ദൈവത്തിന് സ്തോത്രം പറയാ, നിന്റെ കൈ ചലിപ്പിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നിന്റെ നാവെടുത്ത് ചലിപ്പിപ്പാൻ ദൈവം നിനക്ക് ശക്തി തന്നെങ്കിൽ ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ആരും മൗനമായിരിക്കരുത്. കഴിഞ്ഞ 20 ദിവസങ്ങളിൽ യാത്ര ചെയ്യുവാൻ നിന്നെ ബലപ്പെടുത്തിയ ദൈവത്തെ യെസ് യെസ് ധൂന ഹർദുന പ്രൗഢമാന ഹംദൽ പ്രൗഢ. നിന്റെ നാവ് ചലിക്കട്ടെ, നിന്റെ നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, നിന്റെ നാവിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. നാവിന്മേൽ വ്യാപരിക്കുന്ന യെസ് ഓ അന്യഭാഷ പറയിക്കാതെ വണ്ണം, സ്തോത്രം പറയിക്കാതെ വണ്ണം നിന്റെ നാവിനെ കെട്ടുന്ന പോരുകളെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നാവുകൾ ചലിക്കട്ടെ, നാവുകൾ ചലിക്കട്ടെ. നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കാനുള്ളതാ, നിന്റെ നാവ് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാനുള്ളതാ. പുത്തൻ വെളിപ്പാടുകൾ, പുത്തൻ ശുശ്രൂഷകൾ, പുത്തൻ അഭിഷേകം. യെസ് ഓ യെസ് യെസ് ഓ ശ്രീഖന തുരാ ബാബാ ബാബാ തീഖ ബാബാ ബാബാ ബാബാ. ആ നാവിന്മേൽ തീ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നാവിന്റെ കെട്ടുകൾ പോറ്റട്ടെ. പ്രാർത്ഥനയുടെ സമാപന പകൽ ദൈവാത്മാവ് പറയുന്നു. ഓ യെസ് പ്രവാചകന്റെ നാവിന്മേൽ കൊടിൽ കൊണ്ട് തീ വാരിയിട്ടതുപോലെ തീ കഷ്ണത്തിന്റെ ശക്തി ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട, സ്വർഗത്തിലേക്ക് കണ്ണുമായിച്ച് ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ബലം, ഒരു പുത്തൻ ദൈവകൃപ, ഒരു പുത്തൻ ശക്തി, പുതുഭാഷ, പുത്തൻ അഭിഷേകം. യെസ് ഓ ശമന ഹദന പ്രൗഢ ജാന. ആ കൈകൾ കൊട്ട വിട്ട് ഒഴിയട്ടെ, ആ കൈകൾ ദൈവത്തിന് വിട്ടുകൊടുത്താട്ടെ, ആ നാവുകൾ ചലിക്കട്ടെ. ഓ യെസ് 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 ധൂല ശബ്ദനെ പ്രൗഢ മനക ഹൈത്ത ധീര ക്ഷീര റോക അർത്ഥ ഛീക പ്രൗഷേ രാജ. Yes.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില അന്യായ ശക്തികൾ അഴിമാറട്ടെ. യെസ് യെസ് യെസ്. ധൂന ശിഖന പ്രൗഢമാന കൽക്കനാദന പ്രൗഢമാന ഘടകസിയ ഞാൻ വെളിപ്പാടിൽ കാണുകയാണ്. ചില പുത്തൻ ഭാഷകൾ, ചില പുത്തൻ അഭിഷേകം, ചില പുത്തൻ കൃപാവരങ്ങൾ, ചിലരുടെ ദൈവാത്മ പ്രവചനാത്മാവിനെ നിറയ്ക്കാൻ പോകുകയാ. വിട്ടുകൊടുത്ത ദൈവത്തെ സ്തുതിച്ചാട്ട്, വിട്ടുകൊടുത്ത ദൈവത്തെ ആരാധിച്ചാട്ട് അത്ഭുത നിമിഷങ്ങൾ. യെസ്. ഓ ധൂന ഹതർ ഖമ രഗ നഗ ദര ശംദലെ പ്രൗഢമനയ അടഗദ രഗൽ കൗഡിബിരി ബിഗൽ കൗഡമനയ അർപുന ജാനഗൽ ഷൈദേ. ഓ യെസ് യെസ്. തീ കത്തുന്നത് പോലെ, തീ കത്തുന്നത് പോലെ, മാരി പെയ്യുന്നത് പോലെ, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ. യെസ്. വ്യാപരിക്കുന്ന ഒരു അഭിഷേകം, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം. ചുടമാനകരാധകനാരകന വൈഡമാന പ്രൗഢമാനകൽഖനാദല പ്രൗഢമാനകൽഖനെ ശബ്ദുരേ വൈഡമാനകൽഖന. യെസ് യെസ്. ഓ ധികമാന പ്രൗഢദാല വൈഡമാന പ്രൗഢദാല. യെസ്. ശൈഖല ധിരജന ധല്ലജന ധികനഗ രഗനെ. യെസ്. ശാതല ഭൗഡബ രഗദര ജലദര ദഗലഗ രഗദ രഗനഗ രഗദ. യെസ്. നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിപ്പാൻ, ഇരിക്കുന്ന ഇടം മാറി ദൈവത്തെ ആരാധിപ്പാൻ. ഒരു പുത്തൻ ദൈവകൃപ. അന്യായ ശക്തികളെ ദൈവാത്മാവ് ശാസിക്കുകയാണ്. യെസ്. പൗലോസ് പറയുന്നു, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ദൈവമക്കൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണമെന്ന്. എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ വന്നത്? സന്തോഷത്തോടെ സ്തോത്രം പറയാനാ. സ്തോത്രം. നിന്റെ സമപ്രായക്കാർ പലരും തിരുവനന്തപുരത്ത് സ്തോത്രം അനന്തപുരിയിലും കിംസിലും സ്തോത്രം മിംസിലും സ്തോത്രം അമൃത ഹോസ്പിറ്റലിലും ഒക്കെ സ്തോത്രം മെഡിക്കൽ കോളേജിൽ ഒരു ശ്വാസത്തിന് വേണ്ടി കേഴുമ്പോൾ നിന്റെ നാവെടുത്ത് ദൈവത്തെ സ്തുതിക്കുക. പകൽ തമ്പുരാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നെങ്കിൽ സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാണ്. പൗലോസ് പറയുന്നു സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. എന്നിട്ട് അടുത്ത ഭാഗം പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, ഒന്ന് വായിക്കാമോ? അവനിൽ നമുക്ക് പാപമോചനമെന്ന. ഒരു നിമിഷം നിർത്തണേ. യേശു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ അല്ലെ എന്നോട് ചോദിച്ചാൽ പലതും പറയാനുണ്ട്. ഹലോ. പക്ഷെ പൗലോസ് പറയുന്നു, ക്രിസ്തു തന്ന താൽക്കാലികമായ നന്മകളൊന്നുമല്ല നന്മയെന്ന് പറയുന്നത്. യേശു നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് ആത്മാവിന്റെ വീണ്ടെടുപ്പ. അത് പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ. ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ് പറയുന്നു, അവനിൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന എന്തുകൊണ്ട് സ്തോത്രം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
ഈ നമ്മൾ പറയാറുണ്ട്, ഞാൻ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി, ഞാനൊരു മദ്യപാനിയായിരുന്നു, കള്ളുകുടിയനായിരുന്നു, അല്ലെങ്കിൽ സ്തോത്രം ലോകപ്രകാരം ജീവിച്ചവനായിരുന്നു. കർത്താവിനെ കണ്ടുമുട്ടിയപ്പം എനിക്ക് കർത്താവ് അത് തന്നു ഇത് തന്നു. ദൈവമക്കളെ, നമ്മുടെ ഈ കാഴ്ചപ്പാട് മാറണം, നമ്മുടെ ദർശനം മാറണം. യേശു നമുക്ക് തന്ന സ്തോത്രം ഇവിടുത്തെ ചളങ്ങിപ്പോകുന്ന സ്തോത്രം അതേ 10 ലക്ഷം രൂപയുടെ കാറും സ്തോത്രം അത് ഭൂകമ്പം ഉണ്ടായാൽ അപ്പം പോലാകുന്ന വീടും ഒന്നും അല്ല ദൈവം തന്നത്. സ്തോത്രം യേശു നമ്മുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നതിന് കാരണം ഞാൻ പറയാ, എൻ്റെ യേശു എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ നിന്റെ പാപം. സ്തോത്രം സ്തോത്രം. ഇന്നത്തെ പെന്തക്കോസ്തിന് വന്നിരിക്കുന്ന അപജയം ഞാൻ പറയാം. നമ്മുടെ സന്തോഷം യേശു അല്ല. നിങ്ങൾ എന്നോട് യോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, നമ്മുടെ സന്തോഷം മുഴുവൻ യേശു തരുന്ന ദാനത്തിലാണ്. ഹലോ ഹലോ, യേശുവിലെ സന്തോഷം വിട്ടിട്ട് നമ്മുടെ സന്തോഷം മുഴുവൻ എങ്ങോട്ട് പോയി? സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഈ പ്രാർത്ഥനയുടെ സമാപന ദിവസങ്ങളിൽ ഒരു തീരുമാനം എടുത്തേ പോകാവൂ. എൻ്റെ ദാനത്തിലുള്ള സന്തോഷം വിട്ടിട്ട് ഞാൻ ദാതാവിൽ സന്തോഷിക്കാൻ പോവാം. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ഈ ദാനത്തിൽ സന്തോഷിക്കുന്ന മുഴുവൻ ആരാ? ദാനത്തിൽ സന്തോഷിക്കുന്ന ആരാ? ഞാൻ തെളിയിക്കാം, ഉദാഹരണത്തിൽ കൂടെ തെളിയിക്കാം. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത്, കൊച്ചു കുഞ്ഞുങ്ങളാണ്. മൂത്തവള് 2ൽ പഠിക്കുന്നു, ഇളയാൾ അതിനേക്കാൾ ഇളതാ. ഈ എന്നെ കാണാനായിട്ട് എനിക്ക് ധാരാളം സ്നേഹിതന്മാരുണ്ട്. ശുശ്രൂഷയിൽ ആത്മീയ ബന്ധങ്ങളിൽ എനിക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. എന്നെ കാണുവാനായിട്ട് എൻ്റെ സ്നേഹിതന്മാർ, അല്ലെങ്കിൽ എൻ്റെ സ്തോത്രം പ്രാർത്ഥനാ സഹകാരികളോ, എൻ്റെ സ്തോത്രം ആത്മാർത്ഥ സ്നേഹിതരൊക്കെ ചിലപ്പോഴൊക്കെ വിദേശ രാജ്യങ്ങളിലോ സ്വദേശത്തൊക്കെ എന്നെ കാണാനായിട്ട് വരും. അപ്പോൾ അവർ വീട്ടിലോട്ട് വരുമ്പം അവർക്കറിയാം എനിക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർ ചെങ്ങന്നൂരോ തിരുവല്ലയിലോ ഒക്കെ വന്നിട്ട്, പാസ്റ്റർ വീട്ടിലോട്ട് പോവല്ലേ, കുഞ്ഞുങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബേക്കറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിലോ ഒക്കെ കയറിയിട്ട് എന്തെങ്കിലും ഒരു കിറ്റുമായിട്ടാണ് എവിടോട്ട് വരുന്നേ? വീട്ടിലോട്ട് വരുന്നത്. ഒന്ന് ആ കിറ്റിനകത്ത് ആപ്പിൾ ആയിരിക്കും, ഓറഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ അലുവ ആയിരിക്കും, കേക്ക് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ. ഇതുമായിട്ടാണ് എവിടെ വരുന്നത്? എൻ്റെ വീട്ടിലോട്ട് വരുന്നത്. സ്തോത്രം. ഈ വീട്ടിലോട്ട് ഇത് കൊണ്ടുവരുമ്പം സ്തോത്രം എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഇത് ആർക്കുള്ളതാ. അപ്പം ഇതവിടെ മേശപ്പുറത്ത് കൊണ്ടുവെക്കുമ്പോഴേ സ്തോത്രം 2 പേരും കൊണ്ട് ഇതിനെ നോട്ടം വിട്ട് സ്തോത്രം എൻ്റെ അനുവാദത്തോട് ഇത് എടുത്തോണ്ട് അങ്ങ് കിച്ചണിലോട്ട് പോകും. സ്തോത്രം. അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് ചിലപ്പോൾ അന്നേരം മുറിച്ച് കഴിക്കും, അല്ലെങ്കിൽ അവിടെ മാറ്റി വെക്കും. അപ്പം ഞാൻ പറയേ എന്തോ പിള്ളേരാണെന്ന് പറയുമ്പം ഈ കൊണ്ടുവന്ന സഹോദരങ്ങൾ പറയാറുണ്ട്, പാസേ സാരമില്ല, അവർ കുഞ്ഞുങ്ങളല്ലേ, അവര് കുഞ്ഞുങ്ങളല്ലേ. സ്തോത്രം. ഇതേ സ്ഥാനത്ത് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഈ സാധനം കൊണ്ടുവരുമ്പം എൻ്റെ സ്നേഹിതന്മാർ കാറിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ അവർ ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ കീശയൊക്കെ തൂക്കി ഇങ്ങോട്ട് വരുമ്പം ഞാൻ ഓടിച്ചെന്ന് ഈ കീശ അങ്ങ് തട്ടിപ്പറിച്ചെന്നിരിക്കട്ടെ. സ്തോത്രം. ഇതങ്ങ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള അലുവയാ. ഞാൻ പെട്ടെന്ന് ഈ വന്ന ആളുകളെ ഒന്നും പരിഗണിക്കാതെ അടുക്കളയിലോട്ട് ചെന്നൊരു കത്തി എടുത്തോണ്ട് വന്ന് അലുവ അവിടുന്ന് കടിച്ചു പറിച്ചങ്ങ് തിന്നുകയാ. ഉടനെ ഇവരാരെങ്കിലും പറയുമോ സാരമില്ല പാസ്റ്ററല്ലേ എന്ന്? ഹലോ, പറയുവോ? എന്താ കാരണം? കുഞ്ഞുങ്ങൾ ചെയ്തതും ഞാൻ ചെയ്തതും ഒരേ പ്രവൃത്തിയാണ്. കൊണ്ടുവന്നത് മുറിച്ചു കഴിച്ചു. പക്ഷേ ആദ്യം സാരമില്ല കുഞ്ഞുങ്ങളല്ലേ എന്ന് പറഞ്ഞ അതേ നാവിന്ന് പറയും, ചേടാ ഇയാൾ എന്തൊരു ആ പദം തന്നെ പറയും, മനുഷ്യനാണ്. കാരണം എന്താ? സ്തോത്രം. എന്നെ കാണാൻ വന്ന സ്നേഹിതർക്കറിയാം ഞാൻ ആരാ. പക്വത പ്രാപിച്ച അവരുടെയൊക്കെ മുമ്പിൽ ഒരാരാധ്യനായ ശുശ്രൂഷയുള്ള മറ്റുള്ളവർ മാനിക്കുന്ന ഒരു ദൈവദാസനാണെന്നുള്ളൊരു ചിന്ത ആർക്കുണ്ട്? സ്തോത്രം. എൻ്റെ വിഷയം അവർ കൊണ്ടുവന്ന ഹലുവയോ ആപ്പിളോ ഓറഞ്ചോ കേക്കോ ഒന്നുമല്ല. എൻ്റെ വിഷയം എന്തുവാ?
പറയാവോ? വന്ന സഹോദരങ്ങളാ. സ്തോത്രം. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങളുടെ അകത്ത് കിടക്കണം. ഈ ആത്മീക പക്വത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ആളുകളൊക്കെ എന്തിൻ്റെ പുറകെ പോന്നേ? ദാനത്തിൻ്റെ പുറകെ പോകുന്നത്. സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. സ്തോത്രം, സ്തോത്രം. ഈ വന്നാള് ഒരു കിറ്റും കൈ കൊണ്ടുവന്നില്ലെങ്കിലും എൻ്റെ വിഷയം, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടു സഹോദരനാണ്, എൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ പ്രാർത്ഥനയിൽ നീ ഒരു ഭൗതിക അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിലോ നീ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ. സ്തോത്രം, സ്തോത്രം. ഒരു പക്ഷേ ഈ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ എഴുതി കൊടുത്ത ലിസ്റ്റ് ഒരു നീണ്ട ലിസ്റ്റായിരിക്കാം. പക്ഷേ 20ാമത്തെ ദിവസമായിട്ടും ഒരു മറുപടിയും കണ്ടില്ലെങ്കിലും നീയും ഞാനും ഭാരപ്പെടണ്ട. ഒരൊറ്റ വിഷയത്തിന് പോലും മറുപടി കിട്ടിയില്ലെന്ന് തോന്നിയാലും ഭാരപ്പെടണ്ട. ഈ പകൽ ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? നിനക്ക് വേണ്ടി വെളിപ്പെടേണ്ടവൻ നിനക്ക് വേണ്ടി വ്യക്തമായി, സ്തോത്രം, നിന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അവൻ കൊണ്ടുവരുന്ന ദാനമല്ല വിഷയം, എന്റെ മേൽ പകർന്നു ദൈവശക്തിയെ. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. ആ ദൈവശക്തി അനുഭവിച്ചറിയുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ദാനത്തിലുള്ള നമ്മുടെ സന്തോഷം അവസാനിപ്പിക്കണം. പിന്നെ എന്തിൽ സന്തോഷിക്കണം? പറഞ്ഞേ. ദാതാവിൽ സന്തോഷിക്കണം. യേശു തരുന്ന സ്തോത്ര താൽക്കാലികമായ വിടുതലല്ല, താൽക്കാലികമായ ഭൗതിക നന്മയല്ല. എൻ്റെ വിഷയം എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. ആ ദൂതകത്ത് കിടന്ന് ജ്വലിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഈ പകൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. അഭിഷേകത്തോട്, അഭിഷേകത്തോട് യേശുവിനെ മുഖത്ത് നോക്കി പറ, യേശുവേ, യേശുവേ, നീ തരുന്ന ദാനമല്ല, നിന്റെയാണ് എനിക്ക് വിഷയം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനിൽ നമുക്ക് പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അടുത്ത വാക്യം, അവൻ അദൃശ്യനായ, വായിച്ചോ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. ഒരു നിമിഷം നിർത്തണേ. എന്റെ യേശു ആരാ? പൗലോസ് പറയുന്നു, സ്തോത്രം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ, ഹലോ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ എന്ന് വെച്ചാൽ എന്താ? ദൈവത്തെ ആരും ഒരു നാളും, പഴയ നിയമ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവത്തെ ആരെങ്കിലും കണ്ടാൽ അവൻ അന്നേരം ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും ഞങ്ങൾ ജീവനോടെ ഇരുന്നല്ലോ എന്ന് പോലും പറഞ്ഞ ഭക്തന്മാരുണ്ട്. സ്തോത്രം. ദൈവത്തെ വേദപുസ്തകത്തിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന ഒരാള് പിതാവായ മോശയ. സ്തോത്രം. അത് പഴയ നിയമം പഠിക്കുമ്പോൾ സ്തോത്രം, മോശയോട് ദൈവം പറഞ്ഞു, നീ സീനായി പർവ്വതത്തിലേക്ക് കയറി വാ, ഞാൻ അവിടെ നിന്നോട് മറമുറലായിട്ടല്ല അഭിമുഖമായി എന്ത് ചെയ്യും? സംസാരിക്കും. സ്തോത്രം. മോശ കയറി ചെന്നു. 40 ദിവസം 40 പകൽ എവിടെ താമസിച്ചു? പർവ്വതത്തിൽ താമസിച്ചു. എന്നിട്ട് മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ തേജസ് നിന്നെ കാണിക്കാൻ പോവാ, എൻ്റെ തേജസ് നിന്നെ കാണിക്കാൻ പോവാ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഗുഹയ്ക്കകത്തോട്ടൊന്ന് കയറി ഇരിക്കുക. ആ ഗുഹയ്ക്കകത്തോട്ട് കയറി ഇരുന്നപ്പം ദൈവം അതുവഴി ഒന്ന് കടന്നുപോയി. സ്തോത്രം. ഈ മോശ പർവ്വതം വിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പം ജനം വിളിച്ചു പറഞ്ഞൊരു പറച്ചിലുണ്ട്, മോശേ, ഞങ്ങൾക്ക് നിന്റെ മുഖം കാണണ്ട. അത് അത്രയ്ക്ക് തേജസ് കൊണ്ട്
സ്തോത്രം. ഞാനൊരു ദൂത് പറയാനാണ് വന്നത്. സ്തോത്രം. 40 ദിവസം മോശ ഇരുന്നു, നമ്മൾ 21 ദിവസം ഇരുന്നു. സ്തോത്രം. ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെയും അതേ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഹലോ, ഈ ഹോള് വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം സ്തോത്രം മോശയുടെ മുഖത്ത് വ്യാപരിച്ച ആ തേജസ് നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ടോ? സ്തോത്രം 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 സ്തോത്രം. നിസ്സാരമല്ല ചോദ്യം ചോദിച്ചത്. സ്തോത്രം. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട്, കടന്നല് കുത്തിയ മുഖത്തോടല്ല ഈ ഹോള് വിട്ടു പോകേണ്ടത്, ഈ ആലയം വിട്ടു പോകേണ്ടത്. തേജസ്സിന്റെ മേൽ. ഈ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം ദേശക്കാര് മനസ്സിലാക്കണം, സ്വന്തം ചുറ്റുപാടുകൾ മനസ്സിലാക്കണം, നിന്റെ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കണം, അവന്റെ മുഖത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയത്. കഴിയുമോ? 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 അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. അടുത്ത വാക്യം, സർവ സൃഷ്ടിക്കും ആദ്യജാതനും. അടുത്ത വാക്യം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാ. ഭൂമിയിലുള്ളതും ദൃശ്യമായതും. ശ്രദ്ധിക്കണേ, ദൃശ്യമായതും അദൃശ്യമായതും. വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൃശ്യമായത് നിങ്ങൾക്ക് എന്നെ കാണാം, കാണരുതോ? എനിക്ക് നിങ്ങളെ. പക്ഷേ ഈ പകൽ ഒരു കാര്യം ഓർത്തോണം, അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട്. സ്തോത്രം പറയാമോ? എന്തോ വ്യാപരിക്കുന്നുണ്ട്? അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട്. ദൈവജനത്തിന് പോരാട്ടമുള്ളത് സ്തോത്ര ദൃശ്യ ശക്തികളോടല്ല. ഒന്ന് ചേർന്ന് സ്തോത്രം പറ. ലേഖനത്തിൽ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, സ്തോത്രം, ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനയോടും സ്വർലോകത്തിലെ അന്ധകാര ശക്തികളോടുമാണ്. ഈ പകൽ എന്തിനാ ഇവിടെ വന്നത്? സ്തോത്രം. ഇവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. ഇവിടെ ഒരു അന്ധകാര ശക്തിയോട്, അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനോട് ഒരു പോരാട്ടം കൽപ്പിച്ച ഒരു വലിയ യുദ്ധം, ആത്മീക യുദ്ധക്കളത്തിലാണ് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നീയും ഞാനുമായിരിക്കുന്നത്. യെസ് യെസ്. ഇവിടെ എന്താ നടക്കുന്നേ? ഒരാത്മീക, ചേർത്ത് പറ, പേടിയുണ്ടോ? ഇവിടെ ഒരു ഫുട്ബോൾ കളിയൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ ഒരു ആത്മമണ്ഡലങ്ങളിലെ പോരാട്ടം നടക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന സ്വത്രം, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ചില അന്ധകാര ശക്തികളെ പിടിച്ചടക്കുവാനുള്ള ഒരു പ്രത്യേക ദൈവകൃപ, ഒരു പ്രത്യേക അഭിഷേകം ഈ പകൽ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കൾ ആരും നിർവിചാരികളായി ഇരിക്കരുത്. ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ശക്തി. Oh, yes. Thura ba 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 ba. Shaitora ba 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 ba. Prouda ba na da la da gal khana da la. Yes. Yes. അദൃശ്യ മണ്ഡലങ്ങളിൽ ജനത്തിന്റെ നന്മയെ നശിപ്പിച്ചു കളയുന്ന, ജനത്തിന്റെ നന്മയെ ഇരുട്ടാക്കി കളയുന്ന അധികാരത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. അദൃശ്യ മണ്ഡലങ്ങളിൽ നീ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നീ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഭവനത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, യെസ് യെസ്, അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന പ്രൗഢ മാന വൈഡ രാജ ധീര ജാന പ്രൗഢ മാന വേദ ജാന പ്രൗഢ ജാല വൈഡ രാജ. യെസ് യെസ്.
ചുഡാമാന വേദ പ്രൗഢേ വൈഡ പ്രൗഢേ വൈഡകരാജ ധൂലാമാന പ്രൗഢാജാന പ്രൗഢാമാന. യെസ്, അദൃശ്യ മണ്ഡലങ്ങള് അന്ധകാര ശക്തിയെ ദേശത്തെ ജനത്തെ മുൻപോട്ട് കടത്തിവിടാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന പോരുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്ത് ഇന്ത്യ രാജ്യത്തിന് മേൽ വ്യാപരിക്കുന്ന സകല അദൃശ്യ മണ്ഡലങ്ങളെയോ ഞങ്ങളുടെ സംസ്ഥാനത്ത് വ്യാപരിക്കുന്ന ദേശത്ത് കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മദ്യപാനത്തിലേക്ക് തള്ളിവിടുന്ന ജനത്തെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ കാത്തിരിക്കുന്ന ദുഷ്ടഅന്ധകാര ശക്തികളെ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന കൊടിവെച്ചു വാഴുന്ന അന്ധകാര മണ്ഡലമേ, രാജ പ്രൗഢ മാന വൈഡ രാജ പ്രൗഢ മാന വേദ രാജ. ദേശത്തിന്റെ ആധിപത്യ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൗലോസ് പറയുന്നു, ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ചേർന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം സ്തോത്രം സ്തോത്രം. ജനത്തെ മുൻപോട്ട് കടത്തിവിടാതെ വേണം അത് അധികാരം ഉപയോഗിച്ച് തടയുന്ന അധികാരത്തിൻ്റെ ശക്തികളുണ്ട്. ഈ പകൽ എൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുമ്പോൾ, എൻ്റെ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചില അധികാര കേന്ദ്രങ്ങളെ തകർത്ത്, സ്തോത്രം സ്തോത്രം, ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചില അധികാര കേന്ദ്രങ്ങളെ തകർത്ത്, ചില നേർച്ച കാഴ്ച ശക്തികളെ തകർത്ത്, ചില വാഴ്ചകളെ തകർത്ത്. Yes. Roshana Papa. Shika Papa Papa Papa. Powder Bala 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 Bala. Shaika Manadara Jagal Kanadi. Praise the Lord. ഞാൻ ദൂതിലേക്ക് പ്രധാനപ്പെട്ട ദൂതിലേക്ക് ഞാൻ വരികയാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ, ഇന്ന് പകൽ എനിക്ക് ധൈര്യത്തോടെ പ്രസംഗിക്കാൻ കഴിയും, യേശുവിനാലുള്ള അധികാരമല്ലാതെ ഒരധികാരമില്ല. ഹലോ, ഈ ലോകത്ത് ആര് ഭരിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെ യേശുവാ. ചേർന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കേരളം ആര് ഭരിക്കണം, ലോകം ആര് ഭരിക്കണം, അമേരിക്ക ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളല്ല. ഉയരത്തിലൊരധികാരമുണ്ട്. അതുകൊണ്ടാണ് യേശു പീലാത്തോസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, നിനക്ക് ലഭിച്ചിരിക്കുന്ന അധികാരമല്ല, മുകളിൽ നിന്ന് അധികാരം ലഭിക്കാതെ ഇവിടെ ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ അധികാരം ലഭിച്ച ദൈവമക്കളാണ്. ആ അധികാരമുള്ളവരൊക്കെ ഒന്ന് പ്രയോഗിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശക്തമായി ആ അധികാരം പ്രാപിച്ച ദൈവമക്കൾ സ്വന്തം ചടഞ്ഞുകൂടി ഇവിടെ ഇരിക്കരുത്. ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിച്ച് അധികാരത്തിൻ്റെ ഒരു ശക്തി. അധികാരത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തുറക്കപ്പെടുവാൻ കഴിയുന്ന, അടഞ്ഞതിനെ തുറക്കുവാൻ കഴിയുന്ന
യെസ് 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 യെസ്. അധികാരം പ്രാപിച്ചവൻ മൗനമായിരിക്കത്തില്ല. അധികാരം കൈമാറ്റം ചെയ്യപ്പെടുക. കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അധികാരം. ഓ നാവിന്റെ കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ. നാവിന്റെ കെട്ടുകൾ പൊട്ടിമാറി. നാവിന്റെ കെട്ടുകൾ അധികാരത്തിന് വേണ്ടി നാവിനെ ഉപയോഗിപ്പാൻ. അധികാരത്തിന് വേണ്ടി നാവിനെ ഉപയോഗിപ്പാൻ യേശുവിന്റെ നാമത്തിൽ. അഴിഞ്ഞു മാറാൻ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിക്കുക. പുറപ്പെട്ടു പോകട്ടെ, പുറപ്പെട്ടു പോകട്ടെ. അന്ധകാര മണ്ഡലത്തിലെ കെട്ടുകൾ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ശമനഗരഗദൽ ഖനാദര പ്രൗഢമനഗടഗദനജാരഗൽ ഖനാദിയ അടഗദുൽ ഖമനഗടഗദനാജഗൽ പ്രൗഢമനയ വേദുന പ്രൗഢേ രഗനേ വൈഡേ രഗനേ. ഓ ദുൽഖ രാജ രാധ വൈഡ രാജ പ്രൗഢമാന വേദ രാജ ദീഖ രാജ വൈഡ രാജ പ്രൗഢമാന വേദ രാജ. അധികാരം പ്രാപിച്ച ദൈവമക്കൾ, അധികാരം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കരുത്, മൗനമായിരിക്കരുത്. ദൈവശക്തി പെയ്തിറങ്ങുകയാണ്. ദൈവത്തിന്റെ കൃപയുടെ അളവറ്റ വ്യാപാരം ചില ശരീരത്തിന് മേൽ. ഓ ശബ അദ രഗ പ്രൗഢ റിക പുര ശൈതേ റോജ ഠികന മാമാ 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 ശബ്ദര ബാബാ 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 പ്രൗഢ ബാബാ 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 ബാബാ. ഓ യെസ് യെസ്. നാവുകളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. നാവുകളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. കൈകളുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ. ഓ തിരുവനന്തപുരം പട്ടണത്തെ പിടിച്ചടക്കുവാനുള്ള ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ. ഓ യെസ് യെസ്. ചലിക്കുന്ന വ്യാപാരം, ചലിപ്പിക്കുന്ന വ്യാപാരം, അഭിഷേകത്തിന്റെ വ്യാപാരം കൂട് വിട്ടടിഞ്ഞ് കിളി പറന്നു പോകുന്നത് പോലെ യെസ് യെസ്. അധികാരത്തോടെ 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 നിന്റെ നാവിൻ തുമ്പിൽ വ്യാപരിക്കുന്ന അധികാരത്തോടെ കൽപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട് ആ നാവിന്മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകം. യെസ് യെസ്. ശിഖമന്ന തല്ല ജന തല്ല ജന തല്ല ജന ദിഗനഗ രഗജേ പ്രൗഢ ജഗന തലയാ രഗന തലയാ രഗന ദിഗന. അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും ചേർന്ന് പറഞ്ഞാട്ടെ. സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും. ഇന്ന് പകൽ ചേർന്ന് പറഞ്ഞാട്ടെ. സകലവും സൃഷ്ടിക്കപ്പെട്ടത് എൻ്റെ യേശുവിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? സകലവും എനിക്ക് വേണ്ടി, സ്തോത്രം, എൻ്റെ ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അതെനിക്ക് കൂടെ ക്രിസ്തുവിൽ കൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. രോഗസൗഖ്യം നിന്റെ അവകാശമാണ്. യേശുവിൽ കൂടെ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്.
അന്യായ ശക്തികളുടെ മേലുള്ള അധികാരം നിന്റെ അവകാശമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകലും ഇതിനകത്ത് തമ്പുരാൻ ചില പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ചില പ്രത്യേക അഭിഷേകത്തിന്റെ പണികൾ, ചില പ്രത്യേക ദൈവ പ്രവർത്തികളുടെ പണികൾ. ഓ യെസ്. ആ ശംബാരാ ബാബാ 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 ദിഖാ ബാബാ 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 ശൈഖാ ബാബാ 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 ബാബാ. അസ്തമ ഹർഖന റസി റോജമന ഘടകതനയ പ്രൗഷ പ്രൗഢിബിരിബികൾ ഖന റമന ഹദിൽ ഖന റസിയാന. ചില നാവുകളുടെ കെട്ടുകൾ തമ്പുരാൻ പൊട്ടിച്ചോണ്ടിരിക്കുക. ചിലത് അന്യഭാഷ പറയാൻ കഴിയാതെ, ചില പ്രവചനാത്മാവിനെ നിറയാൻ കഴിയാതെ, ചില വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ സ്തോത്ര ചില നാവുകളെ കെട്ടിയിട്ടിരിക്കുന്ന, നാളുകളായി നാവുകളെ കെട്ടിയിട്ടിരിക്കുന്ന ചില അധികാര ശക്തികളോട് യേശുവിൻ്റെ ആത്മാവ് ഹോ എന്നിട്ട് പൗലോസ് പറയുകയാണ്, നാം വായിച്ച 17-ാമത്തെ വാക്യം, അവൻ സകലത്തിനും മുൻപേയുള്ളവൻ. ആരാ? യേശു. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. സ്തോത്രം. ഒരു മനുഷ്യന്റെ വസ്തുവകയല്ല, അവന്റെ ജീവന് എല്ലാ കണ്ണുകളും അടയ്ക്കണം. എല്ലാ കണ്ണുകളും അടയട്ടെ. ഈ പകൽക്കാലം യേശു കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ വസ്തുവകയല്ല, അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തു തന്നെ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സകലത്തിനും മുൻപേ ഉള്ളവൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സിംഹാസനങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും. ദൃശ്യമണ്ഡലങ്ങളിൽ നിന്നോട് മുഖാമുഖം പോരാടുവാൻ കഴിയാതെ അദൃശ്യ മണ്ഡലങ്ങളിൽ കൂടെ രഹസ്യമായി തകർത്ത് കളയാൻ ശ്രമിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ തമ്പുരാൻ തകർത്തെറിഞ്ഞെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ മാത്രം ചേർന്ന് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ട്, ചേർന്ന് ദൈവത്തിനൊരു മഹത്വം പറഞ്ഞാട്ട്. അദൃശ്യ മണ്ഡലങ്ങളിലെ ചില കൂട്ടുകെട്ടുകളെ ദൈവം എനിക്ക് വേണ്ടി തകർത്തു. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചോട്ടെ. പെരുവെള്ളത്തിന് ഇരച്ചിൽ പോലെ അത്യുച്ചനാദത്തോടെ അത്തുരധീരവരന്തല വൈഡകരന്തല ദിരവരഗദഗരഗജ രഗന ഭൗഷ ബാബാ 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 ദീഖ ബാബാ 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 റോഖന ബാബാ 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 ബാബാ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു മനുഷ്യന്റെ വസ്തുവകയല്ല, അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. സ്തോത്രം. 4 കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ പകൽക്കാലം വന്നത്. ദൈവം അനുവദിച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ വൈകിട്ട് പ്രസംഗിക്കാം. സ്തോത്രം. യേശു ക്രിസ്തു തന്നെ നമ്മുടെ ജീവന്റെ ആധാരം. ആ ഉറപ്പോടെ, ആ ബലത്തോടെ നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവ് ഈ ദൂതുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്വർഗം നമ്മോട് വ്യക്തമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. സ്തോത്രം. ഈ ഭൂമിയിലുള്ള വസ്തുവകയല്ല നമ്മുടെ ജീവൻ്റെ ആധാരം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നവനത്രേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിച്ചുണർത്തിയ ഒരു പ്രത്യേക ദൂതുണ്ട്. ആമേ, കർത്താവ് തരുന്ന ദാനത്തിലായിരിക്കരുത് നിന്റെ സന്തോഷം, പിന്നെയോ ആമേ ദാതാവിലായിരിക്കണം നിന്റെ സന്തോഷം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ദൂത് ഏറ്റെടുക്കാം. ആമേ, സ്തോത്രം. കർത്താവ് തരുന്ന വിടുതലിലായിരിക്കരുത് നമ്മുടെ സന്തോഷം, പിന്നെയോ വിടുതൽ നൽകുന്ന കർത്താവിനെ ആയിരിക്കണം നാം ആഴമായി സ്നേഹിക്കേണ്ടത്. അവനെ ആയിരിക്കണം നാം ആഴമായി ആരാധിക്കേണ്ടത്. അവൻ്റെ ജീവൻ്റെ ആധാരം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു. അവൻ സകലത്തിനും ആധാരമായവൻ. അവനാര്? സകലത്തെയും സൃഷ്ടിച്ചവൻ. അവൻ മുഖാന്തരവും അവനായി ഉളവായി തീർന്നെങ്കിൽ വാഴ്ചകളുടെ മേൽ അധികാരമുള്ളവൻ, കർത്തൃത്വങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, അവനെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. അവനാണ് നമ്മുടെ ജീവിതത്തിന് ആധാരമാകുന്നവൻ. അങ്ങനെയെങ്കിൽ ഇന്ന് അവനെ കാണുവാൻ എത്ര കണ്ണുകളൊന്ന് പ്രകാശിക്കും. നിന്റെ കണ്ണുകളിൽ ആ യേശുവിൻ്റെ ദർശനം, ആ യേശുവിൻ്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെട്ടു വരുമെങ്കിൽ അദൃശ്യ മണ്ഡലങ്ങളിലുള്ള ജയം ഇന്ന് പകൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. എത്ര പേർക്ക് വിശ്വസിപ്പാൻ കഴിയും? ഇന്ന് പകൽ ഞാൻ കർത്താവിനെ കാണുവാനിടയായി, കർത്താവിൻ്റെ തേജസ് ഞാൻ അനുഭവിപ്പാനിടയായി. ആ ദൈവസ്ഥാനത്തിന് മുമ്പ് എന്നെ സമർപ്പിക്കുന്നു. ഞാൻ വന്നതുപോലെയല്ല. ഇന്ന് പകൽ ദൈവ തേജസ് നിറഞ്ഞുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ദൃശ്യമായതും അദൃശ്യമായതിന്മേൽ എൻ്റെ കർത്താവ് ജയം തന്നിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ശക്തിയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് കർത്താവിൻ്റെ ദാസനെ ശക്തിയോടെ കർത്താവ് ഉപയോഗിച്ചു. ഈ വചനം നമ്മുടെ അകത്തിരിക്കട്ടെ. അവനാണ് നമുക്ക് സകലത്തിനും ആധാരം. അവൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും ഒരു വിഷയമല്ല. ഇല്ല, ഇവിടെ കണക്കൊരു വിഷയമല്ല ദൈവ പൈതലേ. അവൻ സകലത്തെയും നിറയ്ക്കുന്നവനാണ്. അവൻ സകലത്തെയും നിറയ്ക്കുന്ന ദൈവമാണ്. ആ നിറവേറ്റെടുത്ത് മടങ്ങിപ്പോ. നിന്റെ ദുഃഖം മാറുകയാണ്, നിന്റെ നിരാശ മാറുകയാണ്, നിന്റെ ഭയം മാറുകയാണ്. ആ ദൈവത്തിൽ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി രാജു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കും. തലവണക്കം പ്രാർത്ഥിക്കാം. കനസമനാസുഖം നല്ല പിതാവേ, വാഴ്ത്തപ്പെട്ട പരിശുദ്ധനെ നന്ദി വാഴ്ത്തുന്നു. തവോസിൻ്റെ 20 കാലം തോളകളെ അനുകരിച്ച കൃപയ്ക്കായി സ്തുതി വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് കാലം ഭൗതിക കാര്യങ്ങൾക്കല്ല, ആത്മീയ ജീവൻ്റെ പുതുക്കത്തിലേക്ക് അമ്മ ഇന്ന് കാലം ഞങ്ങളെ നിറച്ച കൃപയ്ക്കായി സ്തുതി വാഴ്ത്തുന്നു. ഇന്ന് കാലം ഇരുട്ടിൻ്റെ അധികാര ശക്തികളെ അമ്മ അധികാരത്തോട് അമ്മ ശാസിപ്പോൾ അവിടെ നിന്ന് തന്ന അധികാരത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാലം ഈ അധികാരത്തിലെ ശുശ്രൂഷകന്മാർ പ്രാപിച്ചുകൊണ്ട് ആ കൃപാവരങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദിവസം ആദർശ മരണത്തോട് പോരാടുന്ന ആ ഇരുട്ടിൻ്റെ ശക്തിയോട് പോരാടി ജയിപ്പോൺ ഒരാധികാരം എന്ന കാലം ഞങ്ങൾ വെളുപ്പത്തെ കൃപയ്ക്ക് ആശ്രയി വാഴ്ത്തുന്നു. ദിവസമേ കൃപാവരങ്ങൾ പാരണമേ, അൽപോസന്മാരെ സഭയെ എഴുന്നേൽപ്പിക്കണമേ, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ, ദിവസങ്ങളിൽ സൂക്ഷിച്ചവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, ദിവസം ഞങ്ങളുടെ തലമുറയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഭാരമുള്ളവരായി കർത്താവുള്ള പ്രത്യേകത വർദ്ധിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നീപ്പാൻ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. ശുശ്രൂഷിച്ച ദാസമരായി പ്രാർത്ഥിക്കുന്നു. ഒരു ശതമായി നാളെടുത്ത് വൈകണമേ. കർത്താവേ, പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ, കൗൺസിൽ മെമ്പേഴ്സിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വരന്തേ കർത്താവേ, ദിവസങ്ങളിലെ അമേകളെ ഓരോ കൺവീനർമാരെയും തവേ ഞങ്ങളാക്കാൻ പോകുന്ന ഞങ്ങളിലെ കർത്താവേ എല്ലാ മീറ്റിങ്ങിലും അനുഗ്രഹിക്കുമാറാകണമേ. താവേ, 21 കാലം അമ്മയത്തോളം സഹായിച്ചല്ലോ. രാത്രി ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. തലഭാത്തന്മാരെ ശ്രദ്ധമായിട്ട് വൈകുമാറാകണമേ. വീണ്ടും ഞങ്ങളെ ഓരോരുത്തരെ ഒരുക്കെടുക്കുമാറാകണമേ. തിരുസലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാളെ നടക്കുന്ന സമയം ചാനൽ ശുശ്രൂഷ അനുഗ്രഹിക്കുമാറണമേ. കർത്താവേ, കൂട്ടമായ ചാനൽ നടക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധന്മാർ സഹായിക്കുമാറാകണമേ. കർത്താവേ, കർത്താവ് ഞങ്ങൾക്കല്ല അങ്ങയുടെ ദൈവം വിശ്വസിക്കുക. സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമമോദനായ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം മാനവമോത്വം പോയി സമർപ്പിക്കുന്നു. യേശുക്രിസ്തു നാമത്തിലെ സ്വർഗീയ നല്ല പിതാവേ. ഈ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.